കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അത് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി നമ്മൾ പറഞ്ഞെടുത്ത് അവസാനിപ്പിച്ചെടുത്തും തുടങ്ങുകയാണ്. أو أن تقول أعجبك ضرب زيد عمرا بإضافة الضرب إلى زيد. قال الله تعالى പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു തെളിവ് ذكر رحمة ربك عبده زكريا എന്ന് പറഞ്ഞത്. ഇവിടെ ذكر رحمة ربك عبده. ഇവിടെ ദിക്റു എന്നുള്ളത് അബ്ദ, ഇത് അതിനർത്ഥം നോക്കുക. ദിക്റു റഹ്മത്ത് റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് സൂറത്തു മറിയമിൽ പറയാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ദിക്റു റഹ്മത്തി, കാരുണ്യത്തെക്കുറിച്ചുള്ള പറച്ചിലാണ് എന്നർത്ഥം. കാരുണ്യത്തെക്കുറിച്ചുള്ള പറച്ചിലാണ്. ദിക്റു റഹ്മത്തി എന്ന കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് അല്ലെങ്കിൽ പറച്ചിലാണ്. റബ്ബിക, നിന്റെ നാഥൻ, നിങ്ങളുടെ നാഥൻ. ആർക്ക്? അബ്ദഹു, അവൻ്റെ അടിമയ്ക്ക്, അഥവാ അള്ളാഹു അവൻ്റെ അടിമയ്ക്ക്, നിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ അടിമയായ സക്കരിയ നബിക്ക് റഹ്മത്ത് ചെയ്തു കൊടുത്തതിനെക്കുറിച്ച് ഉള്ള പറച്ചിലാണിത്. അപ്പോൾ ഇവിടെ അബ്ദഹു എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നസ്ബ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട്? റഹ്മത്ത് എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ റഹ്മത്ത് എന്നുള്ളത് എന്താണ്? മസ്തറാണ്. ഇവിടെ അബ്ദ എന്നുള്ളത് എനിക്ക് നസ്ബ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമുള്ളൂ ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം കേട്ടോ. അപ്പോൾ റഹ്മത്ത് എന്നുള്ള മസ്തർ എന്ത് ചെയ്തിരിക്കുന്നു? അബ്ദ എന്നുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തിരിക്കുന്നു. വനുസിബ് അബ്ദഹു എന്നുള്ളത് നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു റഹ്മത്ത് എന്നുള്ള മസ്തർ കൊണ്ട്. ഇനി ഫസ്ലുൻ വൽ മഫ്ഊൽ ബിഹി. ഇനി നമുക്ക് സാധാരണ എന്താണ് മഫ്ഊൽ ബിഹി എന്നുള്ളത്? മഫ്ഊൽ ബിഹി അതോ മാ യതഅദ്ദ ഇലൈഹിൽ ഫെയിലു. ഒന്നാണ് യതഅദ്ദ ഇലൈഹി, അതിലേക്ക് വിട്ടുകിടക്കും. ഫെയിൽ അതിലേക്ക് വിട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ പറയാനുണ്ടല്ലോ ഫായില് മഫൂലാണ് മഫൂൽ ബിഹി. സാധാരണ മഫൂൽ എന്ന് പറഞ്ഞാൽ അത് മഫൂൽ ബിഹി ആണ് കേട്ടോ. ഫെയില് വിട്ടുകിടക്കുന്ന ഒന്നാണ് മഫൂൽ ബിഹി. അപ്പോൾ ഫെയിൽ അതിലേക്കായിരിക്കും വിട്ടുകിടക്കുക എന്ന അർത്ഥത്തിന്. വിട്ടുകിടക്കുക പറഞ്ഞാലിപ്പോൾ എന്ത്? ആരെ എന്നുള്ളതിന് ഉത്തരവിക്കണം, അല്ലെങ്കിൽ എന്തിന് എന്നുള്ള അർത്ഥത്തിന്. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ, അങ്ങനത്തെ ഫീലുകളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് നഹ്വ ഖൗലിക ലറബു സൈദിൻ അംറൻ. ലറബ സൈദുൻ അംറൻ. അത് മാറരുത്. ലറബ സൈദുൻ അംറൻ എന്നുള്ളതാണ്. സൈദ് അടിച്ചു, അംറിനെ അടിച്ചു. ഇവിടെ റഫഅത്താനി റഫ് ചെയ്തിരിക്കുന്നു. സൈദൻ എന്നതിലേക്ക് ലിഅന്നഹു ഫായിലുൻ, അത് ഫായിലാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഏത്? സെയ്ദ് ഏതായാലും ഫായിലാണല്ലോ, അപ്പോൾ അത് റഫ് ചെയ്തിരിക്കുന്നു. വനസബത്താനി നസ്ബ് ചെയ്തിരിക്കുന്നു. അംറൻ എന്നെനിക്ക് നസ്ബ് ചെയ്തിരിക്കുന്നു. ലിഅന്നഹു മഫ്ഊൽ ബിഹി, അത് മഫ്ഊൽ ബിഹി ആണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഖാല അല്ലാഹു തആല പറയുന്നു അൽ മലായികത്തു യദ്രിബൂന വുജൂഹും. മലായികത്ത് എന്ത് ചെയ്യും? അന്ത്യനാളിൽ കാഫിരീങ്ങളുടെ മുഖത്തടിക്കും എന്ന് പറയുന്നു. മുഖത്തും അജ്ബാറഹും, അവരുടെ പിൻഭാഗത്തൊക്കെ അടിക്കുന്നു എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിലാണ് അത് പറയുന്നത് കേട്ടോ. അൽ മലായികത്തു യദ്രിബൂന വുജൂഹും, ആ കാഫിരീങ്ങളുടെ മുഖത്തടിക്കും. അതുപോലെ തന്നെ അജ്ബാറഹും, അവരുടെ പിൻഭാഗങ്ങളിലും അടിക്കും. ആരും മലായിക്കത്തുകൾ അവരെ ശിക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുന്നതാണ്. ആ അർത്ഥത്തിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ അൽ മലായിക്കത്തു യദ്രിബൂന, അവർ അടിക്കുന്നു, വുജൂഹും, അവരുടെ മുഖങ്ങളെ. അപ്പോൾ വുജൂഹ് എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഇറാബും തർക്കീബും ഒന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ബാബുൽ മഫായിൽ, ബാബു മുബ്തദ മഫായിൽ മുലാഫിലേ. അപ്പോൾ മഫായിലിനെ കുറിച്ച് പറയുന്ന ബാബാഫി, മഫായിലിൻ്റെ ബാബു എന്നർത്ഥം. വഹിയ എന്നുള്ള മുബ്തദ, ഹംസത്തുൽ അർബിൻ എന്നുള്ളത് ഖബർ, യദ്രിബ് എന്നുള്ളത് മുലാഫിലേ കേട്ടോ. കുല്ലുഹ എന്നുള്ള മുബ്തദ, മൻസൂബത്ത് എന്നുള്ള കുല്ല മുബത്തയുടെ ഖബറാണ് മൻസൂബത്തിന് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ബദലാണ് മഫൂൽ മുത്തലക്ക്, മഫൂൽ ബിഹി, മഫൂലാക്ക്, അത്തുഫായിട്ട് അങ്ങനെ വരും കേട്ടോ. ഫസ്ലു എന്നുള്ളത് കളയപ്പെട്ട മുത്തയുടെ ഖബർ, ഹാദാ ഫസ്ലു. പിന്നെ വൽ മഫൂൽ മുത്തലക്ക് എന്നുള്ള മുബത്ത്, അതിൻ്റെ ഖബർ വഹുവൽ മസ്തർ എന്നുള്ള. പിന്നെ വഹുവ എന്നുള്ള മുബത്തയാണ്, അതിൻ്റെ ഖബറാണ് വഹുവൽ മസ്തർ. ഓക്കെ, ഈ മഫൂൽ മുത്തലക്ക് എന്നുള്ളതിൻ്റെ ഖബറാണ് വഹുവൽ മസ്തർ എന്നുള്ളത്. നഹ്വു എന്നുള്ളത് മിസാലുഹു എന്നുള്ളത് കളയപ്പെട്ട മുത്തയുടെ ഖബറാണ് നഹ്വു എന്നുള്ളത്. ലറബത്തു ലർബൻ എന്നുള്ളത് മുലാഫിലേക്ക് കേട്ടോ. ലറബത്ത് ഫീല്, ഫായിൽ, ലർബൻ എന്നുള്ളത് മഫൂല് മുത്തലക്ക്. അങ്ങനെ തന്നെ പറയണം. ഇനി മഫൂൽ മുത്തലക്കാണെങ്കിൽ മഫൂൽ മുത്തലക്ക് എന്ന് പറയണം. മഫൂൽ ബിഹി ആണെങ്കിൽ അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ലർബൻ എന്നുള്ളത് മുബത്തദ, അതിൻ്റെ ഖബറാണ് നസ്ബുൻ എന്നുള്ളത്. അലൽ മസ്തർ ജാർ മജ്റൂർ താലിക്ക് നസ്ബിനോട് കേട്ടോ. നസ്ബിൻ്റെ അർത്ഥം എന്താണ്? മൻസൂബൻ എന്ന് വെക്കുക, അല്ലെങ്കിൽ ദു നസ്ബിൻ എന്ന് വെക്കട്ടോ. അല്ലാഹു കാല ഫീൽ, അള്ളാഹു ഫായിൽ, താല ഹാല്. പിന്നെ കാലയുടെ മഖൂലാണ് എന്ത്? വനുസില മലായിക്കത്തു തൻസിലൻ എന്നുള്ളത്. പിന്നെ നസ്സല ഇവിടെ ഫൈല്, മലായിക്കത്തു നായിബ് ഫൈലാണ്, ഞാൻ നുസിലല്ല വന്നത്. അപ്പോൾ തൻസിൽ എന്നുള്ളത് മഫൂൽ മുത്തലക്ക്. കാല ഫീല്, താല ഹാല, തുമ്മ അത്തുഫിൻ്റെ അക്ഷരമാണല്ലോ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്.
മാൽ മുഹ്ല അന്ന് അന്ന് പഠിച്ചല്ലോ, സുമ്മ അക്കിബ് തക്കീബ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ അതുപോലെ തന്നെ ഖബൽനാഹു എന്നുള്ളത് ഖബല ഫീല് നാ ഫായിലുഹു മഫൂല് ഇലൈന ജാർ മജ്റൂർ താലൂക്ക് ഖബലയോടെ തന്നെ. ഖബലൻ എന്നുള്ളത് മഫൂല് മുത്തലക്ക്, യസീർ എന്നുള്ളത് സിഫത്ത് കേട്ടോ. പിന്നെ വഖദ് തഖലീലിന് വേണ്ടി വന്നതാണ്. യൻസുബ് ഫിൽ മുലാരി, അതുപോലെ തന്നെ മസ്തറു എന്നുള്ളത് യൻസുബിൻ്റെ ഫായില്, അൽ ഇസ്മ എന്നുള്ളത് യൻസുബിൻ്റെ മഫൂല്. ക മാ എന്നുള്ളത് കാഫത്ത് സായിദ മാ തഷ്ബീൻ്റെ അതാത്ത് മാ കാഫത്ത് സായിദ. യൻസുബുഹു എന്നുള്ളത് ഫെയില്, അതുപോലെ തന്നെ ഹു എന്നുള്ളത് മഫൂല്, ഫെയിലു എന്നുള്ളത് നസ്ബൻ നെസ്ബുഹുവിൻ്റെ ഫായില്. തഖൂലു ഫെയില്, അതുപോലെ തന്നെ ഫളമീർ ഫായിലും. ആ കാലയുടെ മക്കൂലാണ് ആജബക്ക ലർബുൻ സെയ്ദൻ അമ്രൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ആജബക്കൻ്റെ ഫായില് ലർബുൻ എന്നുള്ളതാണ്, സെയ്ദൻ എന്നുള്ളത് അതിൻ്റെ ലർബൻ എന്നുള്ളതിൻ്റെ എന്താണ് ഫായിലാണ്, മസ്തരിയ മസ്തറ ഫായിലാണ്. അമ്രൻ എന്നുള്ള ലർബൻ്റെ മഫൂലുമാണ് കേട്ടോ. ബി തൻവീൻ ലറബ, ലറബക്ക് തൻവീൻ ചെയ്ത് കൊണ്ട് എന്നാണ്. അപ്പോൾ ജാർ മജ്റൂർ ലറബ മുദാഫിലേഹി. പിന്നെ കാല ഫീൽ അള്ളാഹു ഫായില് താല ഹാല്. ഔ ഇത്താമുൻ ഔ അത്തഫ് ഇത്താമുൻ എന്നുള്ളത് ഇത്താമുൻ ഫി യൗമി ദീ മസ, ഫി യൗമി എന്നുള്ളത് ജാർ മജ്റൂർ, ദീ മസബ എന്നുള്ളത് സിഫത്ത്. പിന്നെ ഇത്താമുൻ എന്നുള്ളതിൻ്റെ മഫൂലാണ് എന്ത് യതീമൻ എന്നുള്ളത് കേട്ടോ. ദാ മക്രബ എന്നുള്ളത് യത്തീമക്കുള്ള സിഫത്തും. അതനുസരിച്ച് യത്തീമൻ എന്നുള്ളത് യത്തീമൻ എന്നുള്ളതിലേക്ക് നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഫിൽ മുലാരി ലംസമ്മ ഫായിൽ യത്തീമൻ എന്നുള്ളത് നായിബ് ഫായിലാണ്. അവിടെ എന്താണ് യത്തീമൻ എന്നുള്ളത്, യത്തീമൻ എന്ന പദം എന്നാണ്. അപ്പോൾ ലഫ്ലാണ് അവിടെ മുറാദ്. ഓക്കെ. ബിൽ മസ്തരി ജാർ മജ്റൂർ താലൂക്ക് തൻസുബിനോട്. വഹുവ മുബത്തലി താമ ഖബർ. തഖൂലു ഫീൽ ലമീർ ഫായില്, അതിൻ്റെ മക്കൂലാണ് ആജബക്ക ലർബ് സെയ്ദിൻ അമർ എന്നുള്ളത്. ഇവിടെ ആജബക്ക എന്നുള്ളതിൻ്റെ ഫായിൽ ലർബ് എന്നുള്ള ലർബാണ് ഫായിൽ, സെയ്ദ് എന്നുള്ള മുലാഫിലയാണ്, അമർ എന്നുള്ളത് ലർബൻ എന്നുള്ളതിന് മഫൂലായി വന്നതാണ്. ബി ഇലാഫത്ത് ജാർ മജ്റൂർ ലർബ്, ജാർ മജ്റൂർ അതുപോലെ തന്നെ ലർബി എന്നുള്ള മുലാഫിലയി ഇലാ സെയ്ദിൻ ജാർ മജ്റൂർ കേട്ടോ. അത് താലൂക്ക് ഇലാഫത്തിനുണ്ട്. കാല ഫീൽ അള്ളാഹു ഫായ താല ഹാലെ. പിന്നെ ദിക്റു എന്നുള്ള മുബത്തദ റഹ്മത്തി മുലാഫിലയി, റബ്ബിക്ക് അതിൻ്റെ മുലാഫിലയി, ഇക്ക അതിൻ്റെ മുലാഫിലയി. പിന്നെ റഹ്മത്ത് എന്നുള്ളതിൻ്റെ മഫൂലാണ് എന്ത് അബ്ദഹു എന്നുള്ള അബ്ദ എന്നുള്ളത് ഹു മുലാഫിലയി, സക്കരിയ എന്നുള്ളത് ബദലായിട്ട്. അപ്പോൾ നുസിബ എന്നുള്ള ഫിൽ മുസമ്മ ഫായിലെ, അബ്ദുഹു എന്നുള്ളത് ലം മുസമ്മ ഫായിലെ, ബിർ റഹ്മത്ത് ജാർ മജ്റൂർ നുസിബയോടെ. ഫസ്ലു എന്നുള്ളത് കളയപ്പെട്ടൊരു മുബത്തയുടെ ഖബർ, വൽ മഫൂൽ ബിഹി എന്നുള്ള മുബത്തദ അതിൻ്റെ ഖബർ, മാ യതഅദ്ദ ഇലൈഹിൽ ഫീലു എന്നുള്ള ജുംല, മാ മൗസൂല യതഅദ്ദ ഇലൈഹിൽ ഫീലു എന്നുള്ളത് സീല, ഇലൈഹി ജാർ താലൂക്ക് അത്തഅദ്ദയുടെ ഫീലു എന്നുള്ള അത്തഅദ്ദയുടെ ഫായില്, നഹ്വു എന്നുള്ള കളയപ്പെട്ട മുബത്തയുടെ ഖബർ, കൗലിക്ക എന്നുള്ള മുദാഫിലേഹി. പിന്നെ കാലിൻ്റെ മക്കൂല് ലറബ സെയ്ദുൻ അമ്രൻ എന്നുള്ളത് ലറബ ഫീല്, സെയ്ദ് ഫായില്, അമ്ര മഫൂല്. റഫായത്ത എന്നുള്ളത് ഫീൽ ലമീർ ഫായില്, സെയ്ദൻ എന്നുള്ളത് മഫൂല്, ലി അന്നഹു ലാമ താലിൽ അന്ന ഹർഫ് തൗക്കീദുഹു എൻ്റെ ഇസ്മ. പിന്നെ അന്നഹു ഫായിലുൻ എന്നുള്ളത് അന്നയുടെ ഖബർ. ഓക്കെ. പിന്നെ നസബത്ത എന്നുള്ള ഫീൽ ലമീർ ഫായില്, അമ്രൻ എന്നുള്ളത് അതിൻ്റെ മഫൂല്, ലി അന്നഹു ലാമ താലിൽ അന്ന ഹർഫ് തൗക്കീദുഹു അന്നൻ്റെ ഇസ്മ മഫൂൽ ബിഹി എന്നുള്ളത് ഖബറും. കാല ഫീൽ അള്ളാഹു ഫായ താല ഹാല്. വൽ മലായിക്കത്തു എന്നുള്ളത് മുബത്തദ, യദ്രിബൂന വുജൂഹു എന്നുള്ളത് ഖബറാണ്. പിന്നെ അതുപോലെ തന്നെ യദ്രിബൂന എന്നുള്ളിടത്ത് ഫീൽ ലമീർ ഫായില്, വുജൂഹു എന്നുള്ള മഫൂല്. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞ രണ്ട് തരം മഫൂലുകളാണ്. മഫൂൽ മുത്തലക്ക്, മഫൂൽ ബിഹി. മഫൂൽ മുത്തലക്ക് പറഞ്ഞാൽ മസ്തറായിട്ട് വരുന്ന മഫൂലുകൾ. പിന്നെ അതുപോലെ തന്നെ മഫൂൽ ബിഹി എന്ന് പറഞ്ഞത് മാ യതഅദ്ദ ഇലൈഹിൽ ഫീൽ, ആ പ്രവർത്തനം എന്തിലേക്കാണോ വിട്ട് കിടക്കുന്നത് അതിനേക്കാണ് മഫൂൽ ബിഹി എന്ന് പറയുക. ഈ രണ്ട് പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക, നോട്ടുകൾ കുറിച്ച് വെക്കട്ടെ. രണ്ട് മഫൂലുകൾ എന്ന് പഠിച്ച രണ്ട് മഫൂലുകളൊന്ന് കുറിച്ച് വെക്കുക. പിന്നെ ഇന്ന് നമുക്ക് പുതിയ സെമസ്റ്ററല്ല, അപ്പോൾ പ്രത്യേക അടയാളപ്പെടുത്തി വെക്കാൻ കേട്ടോ. കാരണം നമുക്ക് പഠനം നടത്തുമ്പോൾ അവിടെ നിന്നാണ് അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടി വരിക. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി രേഖപ്പെടുത്തി വെക്കുക. സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും.